എപ്പോഴെങ്കിലും ഒക്കെ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്ത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ സെറീനക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് സേഫ് ആയിട്ടൊരു ജോലി അവിടെ ദുബായിൽ ഉണ്ടായിരുന്നു. അവധി പോയാലും തിരിച്ചു കയറാൻ പറ്റുന്ന ജോലിയായിരുന്നു. അല്ല, ഞാൻ കലക്കിയത്. അല്ലല്ല, ഞാൻ തിരിച്ചവിടെ ജോലിക്ക് കയറി. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാ ആഴ്ചയും ഞാൻ നാട്ടിൽ വന്നും പോയി നിൽക്കുന്നുണ്ടും പിന്നെ ഞാൻ ഓർത്തു അഖിലേട്ടനും എന്നോട് അഡ്വൈസ് ചെയ്തു, ദിസ് ഇസ് ദ ടൈം റിസൈൻ ചെയ്ത് നീ എന്തിനാണ് ബിഗ് ബോസിൽ കയറിയത്, തിരിച്ച് ജോലിക്ക് കയറാനല്ലല്ലോ, ഈ ഫെയിം നീ യൂട്ടിലൈസ് ചെയ്യണം. അതിരിക്കട്ടെ, ഒറിജിനൽസ് പറയുമ്പോൾ ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? മറ്റേ ഓരോ ചാനലിൽ പോയിരുന്നിട്ട് ആങ്കർ ചെയ്യുന്നില്ല, നീ എന്നെ സ്റ്റാർട്ടിങ് വിളിച്ച് ഓർമ്മയുണ്ടോ? അന്നേരം മാക്സിമം ഓരോ ചാനൽ കൂറാ ഞാൻ പറഞ്ഞു, നീ അങ്ങനെ കേൾക്കും. ഓർക്കുന്നോ? ഫസ്റ്റ് എന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ തന്ന അഡ്വൈസ് എന്താ? അത് നീ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നില്ലേ, കാശ് വരെ ഉണ്ടാക്കുന്നില്ലേ? ഇങ്ങനെയല്ലേ പൈസ ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇന്റർവ്യൂ ഫ്രീ ആയിട്ട് തരത്തില്ല. അപ്പൊ അവള് പറഞ്ഞു, ചേട്ടാ എന്റെ പൈസ ഒന്നും ഇല്ല ചേട്ടാ. ഞാൻ പറഞ്ഞു, വേണ്ട, നീ എന്തിനാ പൈസ മുടക്കുന്നേ, എന്നെ വിൽക്കാൻ പറ്റുമ്പോ സ്പോൺസർമാരൊക്കെ സംസാരിക്കാം. ബേസിക്കലി അതാ ബിസിനസ്. ഇപ്പൊ നീ സ്റ്റാർട്ടിംഗിൽ വീണ എന്നോട് ചോദിച്ചില്ലേ എങ്ങനെയാണ് ഞാൻ എന്നെ കൺവേർട്ട് ചെയ്തതെന്ന്. അതെ, അല്ല സത്യമാണ്. ഇപ്പൊ